Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്നത്തെ റെസിപ്പിയെ പറ്റി നമ്മൾ അധികം ചർച്ചയൊന്നും ചെയ്യുന്നില്ല. കാര്യം വെജിറ്റേറിയൻകാരും നോൺ വെജിറ്റേറിയൻകാരായാലും എന്നെ വഴക്ക് പറയുന്നല്ല, ഒരു ഡിഫറെൻ്റ് ആണ് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ നാട്ടിലൊന്നുമല്ല, ഇറ്റാലിയൻ അല്ല, ഒന്നുമല്ല. ഇന്ന് എവിടെ പോയേക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് വെച്ചാൽ ബ്രസീലിയൻ ഫിഷ് കറിയാണ്. ബ്രസീലിയൻ ഫിഷ് കറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തോന്നുകയല്ലേ, അയ്യോ ഇവരൊക്കെ ഉപ്പും മുളകും ഒന്നും ചേർക്കാത്ത ഒരു കറി ആയിരിക്കും വെക്കാൻ പോകുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷേ ആനി ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ ചെയ്യുമോ? ഒരിക്കലും ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കേരളയിലൊക്കെ താമസിച്ചേച്ച ഇച്ചിരി ഉപ്പും എരിവും പുളിയും ഒക്കെ ഇട്ടേച്ചാന്നും നമ്മളും ഒക്കെ മീനും ഒക്കെ വെക്കാറുള്ള ഇല്ലുണ്ടല്ലോ. കാർന്നോമാർക്കൊക്കെ ആന്നേലും അങ്ങോട്ട് പിടിക്കുകയില്ല. അതുകൊണ്ട് ഇപ്പം എന്നാ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഒരു ആനീസ് ടച്ചിനകത്ത് ഇട്ടേച്ച് ഇച്ചിരി രുചികരമായിട്ടുള്ള ഒരു ബ്രസീലിയൻ ഫിഷ് കറിയാണ് നമ്മളിവിടെ വെക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ചേരുവകൾ എന്നാക്കിയാന്ന് എഴുതിയെടുത്തു. ഇതിപ്പോൾ ഞാൻ നമ്മുടെ നെമ്മീനാണ് മേടിച്ചേക്കുന്നത്. ദശ കട്ടിയുള്ള എന്നാ മീനാന്നേലും കുഴപ്പമില്ല. ഇതിപ്പോൾ സ്ക്വയർ പീസാന്നു. കഴിയുന്നതും നമ്മൾ മീൻ വറക്കാനായിട്ട് വാങ്ങിക്കുമ്പോൾ വട്ടത്തിൽ മുറിക്കുകയല്ലേ, അതേ കൂട്ട് വേണം മുറിച്ച് വാങ്ങിക്കാനായിട്ട്. തൊലിയൊന്നും ഇടരുത്, തൊലിയെല്ലാം എടുത്തേച്ച് അതിനെ വട്ടത്തിലെടുക്കണം. ഇതിപ്പോൾ എനിക്ക് അത്രയും മുഴുത്തതൊന്നും അല്ല മീൻ കിട്ടി, അതുകൊണ്ടാണ് സ്ക്വയർ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പക്ഷെ വിളമ്പുമ്പോഴത്തേന് വട്ട കഷ്ണമായ ഏറ്റവും നല്ലത്. പിന്നെ വേണ്ടിയത് ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് ചതച്ചത്, ഇച്ചിരി വെളുത്തുള്ളി, ഇച്ചിരി നാരങ്ങാനീര്, പിന്നെ ഇച്ചിരി ഉപ്പ്. ഇത് എത്രയും സാധനം നമുക്ക് മീൻ പെരട്ടാനുള്ളതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഗ്രേവി ഉണ്ടാക്കാനുള്ളതാണ്. അതിന് നമുക്ക് ഏത് വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് വറ്റൽമുളക്, അത് ഏതായാലും കുഴപ്പമില്ല, സാധായാലും ഇതേപോലെ കാശ്മീരി ആയാലും കുഴപ്പമില്ല. ഇനി കുറച്ച് സവാളയാണ്. ഇത് മുഴുത്ത 2 സവാളയാന്നു, കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. പിന്നെ കുറച്ച് ടൊമാറ്റോ വേണം, ഇതും കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. കുറച്ചെന്ന് പറയുമ്പോൾ ഒരു മുഴുത്ത ടൊമാറ്റോ. പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടി. ഇനി വേണ്ടി എന്നാന്നറിയാവോ, ഞാൻ കുറച്ച് ഫിഷ് സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ മീൻ വേവിക്കുന്ന വെള്ളമായത്. പക്ഷേ ഇത് ഏത് മീനാണ് ഞാൻ ഇതിനകത്ത് വേവിച്ചേക്കുന്നതെന്ന് വെച്ചാൽ, ഇച്ചിരി കൊഞ്ചും കുറച്ച് കണവയും കൂടെ. കണവ അന്നേരം വട്ടത്തിൽ അരിഞ്ഞെടുത്തേക്കുക. പിന്നെ അന്നേരം ഈ കൊഞ്ചും നേരത്തെ കാണിച്ച കണവയും കൂടെ ഞാൻ വേവിച്ച് വെച്ചേക്കുന്ന വെള്ളമായത്. ഇതിനകത്ത് എന്നാ ചെയ്തേക്കെന്ന് വെച്ചാൽ, ഇച്ചിരി ഉപ്പും കുരുമുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പ് മാത്രം ഇട്ടേച്ച് വേവിച്ചാലും മതി. അത് വേവിച്ച് വെച്ചേക്കുന്ന വെള്ളമായത്. ഇതെന്നാന്നറിയോ, ഞാൻ പ്രത്യേകം വേവിച്ച് വെച്ചേ, കൊഞ്ചിനും കണവയ്ക്കും കുറച്ച് വേവ് കൂടുതലാണ്. അന്നേരം നമ്മുടെ ഈ മീനിനോട് ഒത്തിടുവാന്നേൽ അതിന് ആ വേവ് അത്ര അങ്ങോട്ട് എത്തുകയില്ല നമ്മുടെ കണക്കിന്. പക്ഷെ എബ്രോഡ് ആന്നേൽ അവർക്ക് ബേസിക്കലി എല്ലാം റോ ആയിട്ട് ഒരു ഹാഫ് കുക്ക്ഡ് ഒക്കെ ആയി, അല്ലെങ്കിൽ ഒരു കാൽ ഭാഗമൊക്കെ വെന്തേച്ചൊക്കെ കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് അവർക്ക് എല്ലാം കൂടെ ഒരുമിച്ച് വേവിക്കുന്നതിനോട് വിഷമമില്ല. പക്ഷെ നമുക്കതൊക്കാത്തതുകൊണ്ട് ഞാൻ പ്രത്യേകം വേവിച്ച് വെച്ചിട്ട് ആ വേവിച്ച വെള്ളമാണ് ഈ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടിയത് കുറച്ച് തേങ്ങാപ്പാൽ, പിന്നെ കുറച്ച് മല്ലിയില, ഇനി കുറച്ച് ഡ്രസ്സിങ്. അതായത് നമ്മുടെ ആ ഫിഷ് മോളിയിലൊക്കെ നമ്മൾ ലാസ്റ്റ് കുറച്ച് തക്കാളി അങ്ങനെയൊക്കെ ഇടുകയല്ലേ, അതിന് വേണ്ടിയിട്ടുള്ളത് കുറച്ച് ഒരു ടൊമാറ്റോ എടുത്തിട്ട് വട്ടത്തിൽ അരിയുക. അതേപോലെ തന്നെ ഒരു ഇച്ചിരി ഉള്ളി, ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, പിന്നെ കുറച്ച് റെഡ് ക്യാപ്സിക്കം. ഇതെന്നാന്നറിയോ, 3 കളർ ഇട്ട് നമ്മുടെ മീൻ കറിക്ക് ആന്നേൽ കുറച്ച് കളർഫുൾ ആയിട്ടിരിക്കും. ബേസിക്കലി അവിടെയൊക്കെ ആന്നേൽ എബ്രോഡിൽ ഈ ഒത്തിരി നമ്മൾ നോൺ വെജ് കഴിക്കുമ്പോഴത്തേന് ലോട്ട് ഓഫ് വെജിറ്റബിൾസ് കഴിക്കും. കാര്യം ഫൈബർ ആന്നു. അപ്പം നമ്മുടെ ഇൻറ്റസ്റ്റൈൻസ് ഒക്കെ ക്ലിയറായി പോകാനായിട്ട് ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യും. അതാന്നു ഇതിനകത്ത് ഇച്ചിരി വെജിറ്റബിൾസും കൂടുതൽ. ഇറ്റ് കംസ് ഔട്ട് വെരി ഗുഡ്. നല്ലൊരു ടേസ്റ്റ് ആയതിന് വരുന്നത്. ഇനി ഫസ്റ്റ് നമുക്ക് എന്നാ ഇച്ചിരി പണിയുള്ളതുകൊണ്ട് ആദ്യം നമുക്ക് മീനൊന്ന് പുരട്ടി വെക്കാം. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയെ, ഒരിച്ചിരി വെളുത്തുള്ളി, നാരങ്ങാനീര് ഇച്ചിരി ഒഴിക്കുമ്പം, അഥവാ നാരങ്ങാനീര് ഇല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി വിനാഗിരി ഒഴിച്ചേച്ചാലും മതി. പിന്നെ വേണ്ടിയത് ഒരിച്ചിരി ഉപ്പ്. നല്ലതായിട്ട് പെരട്ടുക.
നമ്മൾ ഈ ഇട്ടേക്കുന്ന എല്ലാം ഇല്ലേ, മഞ്ഞപ്പൊടി, കുരുമുളക് എല്ലാം ഉണ്ടല്ലോ, ആ മീനയിൽ നല്ലതായിട്ട് പിടിക്കണേ. അത് ഇച്ചിരി നമ്മൾ ചേർക്കുന്ന ഇച്ചിരി കുറവാന്ന് തന്നെ കൂട്ടിക്കോ. അങ്ങനെ ആന്നേലും ഒരു ഇച്ചിരി കൂടി ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ആന്നേല ഒന്നെങ്കിൽ നമുക്ക് ഇതൊരു ഷാലോ ഫ്രൈ ചെയ്യാം, അതല്ല നമുക്ക് ആ ഫ്രൈ ആയിട്ട് വേണ്ടാന്ന് തോന്നുവാന്നേല ഫ്രൈ ആക്കണ്ട. അതിന് പകരം സ്ട്രെയിറ്റ് നമുക്ക് കറിയിലോട്ട് ഇടാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇച്ചിരി ഫ്രൈ ആക്കുവാന്നേല അതിനൊരു കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടും. ഉടനടി ഫ്രൈ ആക്കി എന്ന് പറഞ്ഞേച്ചും ടെൻഷൻ ഇല്ല, കാര്യം നമുക്ക് പിന്നെ ഇത് മീനിനകത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വേവാനുള്ളതാന്നേ. ചട്ടി അങ്ങോട്ട് കത്തിച്ച് വെച്ച് ഒരു ഇച്ചിരി എണ്ണ, ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചിരിക്കുക. ഇത് കാശ്മീരി മുളക് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്, അപ്പോൾ ഒത്തിരി സ്പൈസി അല്ല. രണ്ടിനകത്ത് എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടാവണം. ഇത് ഒത്തിരി ആയില്ലേലും നമുക്കൊന്ന് ഷാലോ ഫ്രൈ മതി, കാര്യം ആ ഒരു മീനിൻ്റെ ഒരു ടേസ്റ്റ് മൊത്തത്തിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കറിക്കകത്തോട്ട് വേണം ഇറങ്ങാൻ. അതുകൊണ്ട് ഈ എണ്ണ നമ്മൾ പിന്നെ അങ്ങോട്ട് ഉപയോഗിക്കുകയില്ല. അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ ഒന്ന് മുരിഞ്ഞെടുത്തേച്ചാൽ മതി. ഇനി ഇപ്പുറത്ത് ആണെങ്കിൽ എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഗ്രേവി എന്തോരാ വേണ്ടതെന്ന് വെച്ചാൽ മീനിൻ്റെ അളവ് നോക്കിയേച്ച് വേണം ചേർക്കാൻ. പിന്നെ ഉള്ളിയാന്നു ഒത്തിരി അങ്ങ് ചേർക്കുവാന്നേലും മതിരിക്കും, അതല്ല കണക്കിന് ചേർക്കുക. പിന്നെ അന്നേരം നമ്മൾ അതിനകത്ത് ഇടാൻ ഒത്തിരി ഒണിയൻ റിങ്സ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് നമ്മൾ ചൂടിലിടുമ്പോഴത്തേനുണ്ടല്ലോ അതും വേവും, അപ്പം അതിൻ്റെയും ഒരു മധുരച്ചോവ് വരും. അതുകൊണ്ട് ആവശ്യത്തിനുള്ളത് ചേർത്താൽ മതി. രണ്ടെണ്ണം അരിഞ്ഞ് വെച്ചേച്ച് പിന്നെ അയ്യോ തികയേല എന്നുള്ളൊരു ടെൻഷനാണ് എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി കൂടുതൽ അരിഞ്ഞിട്ട് ബാക്കി ഫ്രിഡ്ജ് വെച്ചാലും കുഴപ്പമില്ല. എന്നാലും കണക്ക് നോക്കിക്കോണം, മധുരം വന്നു പോയിട്ട് പിന്നെ എന്നെ വഴക്ക് പറയില്ല. ഇതിനകത്തോട്ട് ഇച്ചിരി വെളുത്തുള്ളിയും കൂടി ഇട്ടേച്ച് നല്ല ഒരു ബ്രൗൺ ആവണം. ഇത് ഇതേപോലെ ഇത്രയും മൂപ്പിച്ചാൽ മതിയെ, ഒരുപാട് അങ്ങോട്ട് മൂപ്പിക്കണ്ട. അതൊന്ന് ആയി വരുമ്പത്തേന് ബാക്കി മീനൻ്റെ ആ വെള്ളവും സ്റ്റോക്കും എല്ലാം നമ്മുടെ കറിക്കകത്തോട്ട് ഇറങ്ങിയേച്ച് ആവാനുള്ളതാണ്. ഉള്ളിക്കാന്നേലും നല്ല മൂപ്പുണ്ട്. അത് ഈ എന്നാ പറയുന്നത്, നമ്മൾ ഫിഷ് മോളിയെ കൂട്ടൊന്നും വറുത്തെടുത്തേക്കരുത്, വഴന്നെടുക്കാനല്ല വേണ്ടിയേ. ഇച്ചിരി നല്ല ബ്രൗൺ ആവണം. അതായത് എന്നാ പറയുക, നമ്മൾ ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ ആക്കുകയല്ലേ, അതോരം വേണ്ട. എന്നാലും ഒരു ഇച്ചിരി നല്ലതായിട്ട് വെന്ത് ഇച്ചിരി ഒന്ന് ബ്രൗൺ ആവുന്നിടം വരെ തന്നെ ഉള്ളി ഒന്ന് വഴന്ന് കിട്ടണം. പിന്നെ ആന്നേൽ നമ്മുടെ മീനും ഫുള്ള് വറുത്തെടുക്കണം. അതിന് ശേഷം നെക്സ്റ്റ് പ്രൊസീജിയേഴ്സ് തുടങ്ങിയാൽ മതി. മീൻ ഒരു ഹാഫായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി ഏകദേശം മൂത്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു ഇച്ചിരി ടൊമാറ്റോ ഇടാമേ. ഒരു വലിയ ടൊമാറ്റോ ഇട്ടേച്ചാലും മതി കേട്ടോ. ഇനി അതും ഇതിനകത്തോട്ട് അങ്ങ് ഇച്ചിരി ഒന്ന് ചേരണം. എന്നാൽ ഉള്ളിയുടെ കൂടെ അത് ഇട്ടേക്കാവോ എന്ന് ചോദിച്ചാൽ ഒക്കുകയില്ല. ഉള്ളി നല്ലതായിട്ടൊന്ന് മൂത്താലേ ഒക്കത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ഈ ടൊമാറ്റോയും നല്ലതായിട്ടൊന്ന് ചേരണം. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മുളക് പൊടി കുറച്ചേ ഇടാവുള്ളൂ. ഒത്തിരി സ്പൈസിനെസ് നമുക്ക് മുളക് പൊടിക്കല്ല വേണ്ടിയേ, കുരുമുളകിൻ്റെ സ്പൈസിനെസ് ആണ് മുന്നിട്ട് നിൽക്കാനുള്ളത്. അതുകൊണ്ട് ഒരു പൊടിക്ക്, അതല്ല നമുക്ക് ഈ മുളക് പൊടിയുടെ ടേസ്റ്റ് വേണ്ടാന്നുണ്ടല്ലോ വറ്റൽമുളക് ഇട്ടേച്ചാലും മതി, പച്ചമുളക് ഇടരുത്. ആ മുളക് പൊടി ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മൾ ആക്കി വെച്ചേക്കുന്ന ഫിഷ് സ്റ്റോക്ക്, ഈ വെള്ളം ഒഴിച്ചേച്ച് എന്തായാലും കൊഞ്ചിനും കണവയ്ക്കും നല്ല വേവുണ്ട്. ഞാനൊന്ന് വേവിച്ചതാ,
പക്ഷെ എന്നാലും ഉണ്ടല്ലോ ഇതിനകത്തും കൂടെ ഇട്ട് അതിൻ്റെ ആ ഒരു എന്നാ പറയുക അതിൻ്റെ ഗുണങ്ങളും ഒക്കെ നമ്മുടെ മീൻകറിയിൽ വരണം. കൊഞ്ചും ഇട്ടു, കണവ ഇട്ടു. ഇനി എന്നാന്ന് വെച്ചാൽ ഇത് നല്ലതായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച് അതിൻ്റെ ഉപ്പൊന്ന് നോക്കിയതിന് ശേഷം അഥവാ ഇനിയിപ്പോൾ ഒരു ഇച്ചിരി എരിവ് കുറവാന്ന് വെച്ചോ, അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി പുളി കുറവാന്ന് വെച്ചോ, ടൊമാറ്റോ തിളച്ച് അതാണ് ഞാൻ പറഞ്ഞത്, തിളച്ചതിന് ശേഷം ഇത് രണ്ടും ചേർക്കാവുള്ളൂ. കാരണം ടൊമാറ്റോയുടെ ഒരു പുളി വരും. നേരത്തെ നമ്മൾ മീൻ വറുത്തതിൻ്റെ ഒരു നാരങ്ങാനീര് ചേർത്തേച്ചാണ് നമ്മൾ വറുത്തത്. അന്നേരം അതിൻ്റെ ഒരു പുളിയും കൂടെ ഉണ്ട്. അത് കണക്കിലെടുത്തേച്ച് വേണം നമ്മൾ ഇതിനകത്തോട്ട് ഇനി പുളി ചേർക്കാനായിട്ട്. അതുകൊണ്ട് ഒന്ന് തിളയ്ക്കണം. ഇനി എന്നാന്ന് വെച്ചാൽ നമ്മൾ മീൻ നേരത്തെ വറുത്ത് വെച്ചേക്കുക. ആ മീനും കൂടെ ഇതിനകത്ത് ചേർത്തേച്ച ആ ഗ്രേവിക്ക് നല്ല ഒരു ഉപ്പും പുളിയെല്ലാം വന്നതിന് ശേഷം ബാക്കി വേണം എന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷെ ഉപ്പ് വേണ്ടി വരും. കാര്യം എന്നാന്ന് ഇനി തലപ്പാലും കൂടെ ചേർക്കാനുള്ളയാ. അതുകൊണ്ട് ഉപ്പ് എന്തായാലും വേണ്ടി വരും. എരിവിൻ്റെ കാര്യം മാത്രം നോക്കി വെച്ചാൽ മതി. നമ്മുടെ എരിവ് അനുസരിച്ച്. എബ്രോഡൊന്നും അത്രയും സ്പൈസി അല്ല. അതുകൊണ്ടാണ് അവരെത്രയും സ്പൈസിനെസ് കുറയ്ക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവേ. നമ്മൾ ഈ വറുത്ത് വെച്ച മീനും കൂടെ ചേർത്തേച്ച് എന്നാ ചെയ്യണമെന്നറിയോ, തലപ്പാൽ ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം അതൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത്, ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച്, അതായത് ആ പുളി നോക്കി വെച്ച് ഇതെന്തായാലും ലാസ്റ്റ് ഡെക്കറേഷന് കുറച്ചിടണം. എന്നാലും അതിൻ്റെ മേളിൽ ഒരു 3 എണ്ണം, പിന്നെ ലാസ്റ്റ് മേളിൽ തലപ്പാലൊക്കെ ചേർത്തേച്ച് പിന്നെ ഒരു 3 എണ്ണോടെ വെക്കാം. അത് ഡെക്കറേഷൻ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ ഇതിനകത്ത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വറുത്ത് വെച്ചേക്കുന്നത് ചേർത്തതിന് ശേഷം ഈ ഓരോ സാധനവും ചേർക്കാം. ഇനി ഈ ഫ്ലേവേഴ്സ് കംപ്ലീറ്റ് ഈ മീനിനകത്തോട്ട് ഇറങ്ങിയതിന് ശേഷം നമുക്ക് അടുത്തത് തലപ്പാലും കൂടെ ചേർക്കാവേ. ബ്രസീലിയൻ മീൻകറി എന്നൊക്കെ പറഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫിഷ് മോളിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ്. ഇതിനകത്ത് ബ്രെഡ് കൂട്ടി കഴിക്കാം, അപ്പം കൂട്ടി കഴിക്കാം. എന്ന് വെച്ചാൽ ലൈറ്റായിട്ട്, അതായത് നമ്മൾ ഒത്തിരി സ്പൈസി പ്രതീക്ഷിക്കല്ല. പക്ഷേ അതിൻ്റെ ഗ്രേവിക്ക് ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അന്നേൽ തലപ്പാൽ ചേർക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ അരച്ച് ചേർക്കുക. അന്നേൽ കുറച്ചും കൂടെ ടേസ്റ്റ് വരും. ഞാൻ ഈ ആവിയിലെടുത്ത് ഇത് മാറാൻ നിൽക്കുന്നത് എന്താ പറയുക, ഇതിന് നല്ല മണം. അതുകൊണ്ടാണ്. ഇനി പോയി തേങ്ങാപ്പാൽ എടുത്തോണ്ട് വരാം. തേങ്ങാപ്പാൽ ചേർക്കുന്നത് നല്ല കട്ടി തേങ്ങാപ്പാലായിരിക്കണേ. ഇനി ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക്, ഉപ്പ് എന്തായാലും വേണ്ടി വരും. പിന്നെ തലപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി തിളപ്പിക്കാൻ നിൽക്കേണ്ട. ആ തിള വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഡെക്കറേഷൻസ് എന്നാന്ന് വെച്ചാൽ അങ്ങ് ചേർത്തു. ആ ഒരു എന്നാ പറയുക, ആ ഒരു കളർഫുൾനെസ്സും കൂടെ അതിനകത്തോട്ട് വന്നോട്ടെ. പിന്നെ മല്ലിയില എത്രയാ വേണ്ടിയെന്ന് വെച്ചാൽ അതനുസരിച്ച്. ക്യാപ്സിക്കത്തിൻ്റെ കളർ അതുള്ളത് കൊണ്ടാട്ടോ ഞാൻ ഈ മല്ലിയില ഇച്ചിരി അറ്റത്തോട്ട് അങ്ങിട്ടെ. ഇച്ചിരി കാണാനും ഒരു ഇച്ചിരി ഭംഗിയാണ്. എന്നാൽ അതിൻ്റെ ഫ്ലേവർ നല്ലതായിട്ടൊന്ന് ഇറങ്ങുകയും ചെയ്യും. ഇനി ഇത് ഇത്രയേ ഉള്ളൂ ഇത് ബ്രസീലിയൻ ഫിഷ് കറി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കേരള ടച്ച് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ മറ്റേ പോലെ നമ്മൾ ചെയ്യുവാന്നേല നമുക്ക് ഒട്ടും പിടിക്കുകയില്ല. പിന്നെ ബ്രസീലിയൻ ഫിഷ് കറി എന്നെ ഇവിടെ വെച്ചെന്നറിയാവോ? ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിനകത്ത് വരാവുന്ന ഗസ്റ്റ് ആരാന്നറിയാവോ? ഞങ്ങളുടെ ജീവിതത്തിൽ, അതായത് എൻ്റെയും എൻ്റെ ഏട്ടൻ്റെ ജീവിതത്തിനകത്തും ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു വ്യക്തി തന്നെ ഇതിനകത്ത് നിന്ന് വരുന്നത്. വേറെ ആരുമല്ല, എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയുവാണെങ്കിൽ ഡയറക്ടർ രാജീവ് നാഥും
അദ്ദേഹത്തിൻ്റെ വൈഫുമാണ് നമ്മുടെ അനീസ് കിച്ചണിലേക്ക് വരുന്നത്. ഏറ്റവും പ്രശസ്തനായ ഒരു സംവിധായകൻ കൂടിയാണ് അദ്ദേഹം. ഇത് പ്രൊഫഷണൽ സൈഡ്. പക്ഷേ ഞങ്ങളുടെ ഫാമിലി സൈഡ് പറയുവാണെങ്കിൽ രാജീവേട്ടൻ എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു മൂത്ത ജ്യേഷ്ഠനെ കൂട്ട് തന്നെയാണ്. കാര്യം ഞങ്ങളുടെ കല്യാണം നടന്നത് എങ്ങനെയാണെന്നുള്ളത് ഇനിയിപ്പോൾ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും ഞങ്ങളുടെ കൂടെ നിന്നതും ഒക്കെ രാജീവേട്ടനാണ്. ഞങ്ങളുടെ ലൈഫ് ലോങ് രാജീവേട്ടനെയും ശ്രീ ചേച്ചീനെയും ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. രാജീവേട്ടന് ബാക്കി ഡീറ്റെയിലും ഒക്കെ എന്നാ പറയുക, കുടുംബവിശേഷവും അല്ലാതെ രാജീവേട്ടൻ്റെ പ്രൊഫഷണൽ വൈസുള്ള വിശേഷവും എല്ലാം ഞാൻ രാജീവേട്ടനും ശ്രീ ചേച്ചിയും വന്നിട്ട് പറയാം. ശ്രീ ചേച്ചി പക്ക ഒരു വീട്ടമ്മ മാത്രമൊന്നുമില്ല, ഒത്തിരി കഴിവുള്ള ഒരു ചേച്ചി കൂടിയാണ്. അതെല്ലാം ഞാൻ ശ്രീ ചേച്ചിയും കൂടെ വന്നേച്ച് ഞാൻ പറയാം കേട്ടോ. അതിന് മുമ്പേ കൊഞ്ച കണവ മീന് എന്നാ നല്ല മണവാന്നൊരു അടുക്കളയ്ക്കകത്ത് ഒന്ന് വൃത്തിയാക്കിക്കോട്ടെ, അല്ലെങ്കിലേ വന്ന് കയറി ഉടനെ ശ്രീ ചേച്ചി വഴക്ക് പറയുവേ. നമ്മുടെ ബ്രസീലിയൻ ഫിഷ് കറിയും വൈറ്റ് റൈസും ആണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പത്തിനാവാം, അല്ലെങ്കിൽ പത്തിരി, അങ്ങനെ ആ ഒരു ഒത്തിരി എന്നാ പറയുക സ്പൈസി അല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ സോഫ്റ്റ് സാധനങ്ങളുടെ കൂടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ല. പിന്നെ കപ്പയും മീൻകറി ഒന്നും ഒരിക്കലും പ്രതീക്ഷിക്കല്ലേ. രാജീവേട്ടന് ശരിക്കും ബേസിക്കലി നാടൻ ഭക്ഷണമാണ് ഇഷ്ടം. പക്ഷെ ഒരുപാട് രാജ്യങ്ങളിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നതുകൊണ്ട് ഞാനൊരു ഡിഫറെൻ്റ് ആക്കിയതാണ്. ഐ നമസ്തേ നമസ്തേ. ഐ ചേച്ചി വന്നേ 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 വരും. ഞാൻ ശരിക്കും വിത്ത് ഓൾ റെസ്പെക്ട് ഞാൻ ശരിക്കും രാജീവേട്ടനെ സാർന്ന് വേണം അഡ്രസ്സ് ചെയ്യാൻ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഏട്ടൻ്റെയും ലൈഫിൽ രാജീവേട്ടൻ്റെയും ശ്രീ ചേച്ചിയുടെ സ്ഥാനം ശരിക്കും ഒരു മൂത്ത ജ്യേഷ്ഠനും ചേട്ടത്തിയമ്മയുടെ സ്ഥാനമാണ്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കല്യാണ സമയത്ത് തന്നെ ഞാൻ ശരിക്കും എൻ്റെ വീട്ടിൽ പോയിട്ട് സംസാരിച്ചതും എൻ്റെ ഏട്ടനെ കുറിച്ച് പറഞ്ഞതും ഒക്കെ രാജീവേട്ടാണ്. പെണ്ണ് ചോദിക്കാൻ നല്ല സമയത്താണ് ചോദിച്ചത്. ഒന്ന് ആലോചിച്ച് ശരിക്കും എന്നെ അപ്പായെ ഒരുപാട് കൺവിൻസ് ചെയ്ത് ഒത്തിരി അപ്പായുടെ ഒരു മെന്റൽ ഫ്രസ്ട്രേഷനും അങ്ങനെയൊക്കെ ഒത്തിരി ആ സമയത്തായിരുന്നല്ലോ. അപ്പൊ നാച്ചുറൽ അപ്പൊ ഒരു മൂത്ത ജ്യേഷ്ഠ സ്ഥാനത്ത് പോയി നിന്ന് അപ്പായോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതും എല്ലാം ഞങ്ങളുടെ ലൈഫിൽ ഒരു കോംപ്രമൈസ് ആക്കിയത് ചേട്ടനാണ്. ഞങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാൻ ഒക്കുകയില്ല. പിന്നെ എന്റെ ശ്രീ ചേച്ചിയെ കുറിച്ച് പറയുവാന്നേല് ശ്രീ ചേച്ചി വെറുതെ ഒരു വീട്ടമ്മയൊന്നുമല്ല. ചേച്ചി എന്ത് രസമായിട്ട് വരയ്ക്കുമെന്ന് അറിയാം. മ്യൂറൽ പെയിന്റിങ്സ് ഒക്കെ ശരിക്കും നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. അത്ര കഴിവുള്ള ഒരു ചേച്ചിയും കൂടിയാ. ചുമ്മാ ഇങ്ങനെ പതുങ്ങി നിൽക്കുന്നതൊന്നും ആലോചിക്കണ്ട, ഭയങ്കര മിടിക്കുക അല്ലേ രാജീവേട്ടാ? അതാണ് ചേച്ചിയുടെ പെയിന്റാണ് മോഹൻലാൽ പറഞ്ഞു. ചേട്ടൻ അറിയപ്പെടാൻ പോകുന്നത് പ്രസിദ്ധ ചിത്രകാരിയെ ശ്രീകുമാരിയുടെ ഭർത്താവ്. ശരിക്കും അത് ആ വാക്ക് ശരിക്കും സത്യമായിട്ടും ഇല്ല. എന്ത് രസം. ചേട്ടന്റെ വീട്ടിൽ പോയപ്പോ വീട് അലങ്കരിച്ചേക്കുന്ന കാണണം. ദ ഡെക്കർ ഇസ് സോ ബ്യൂട്ടിഫുൾ. അതിനകത്ത് ചേച്ചിയുടെ മ്യൂറൽ പെയിന്റിങ്സും എല്ലാം നമ്മൾ പോയാൽ ഇങ്ങനെ നോക്കി നിൽക്കും, ഓരോ മുറിയായിട്ട്. അതൊക്കെ ചേച്ചിയുടെ കഴിവാണ്. ശരിക്കും നമ്മുടെ ഒരു ക്യാപ്ഷൻ ഉണ്ട്, എന്നാന്നറിയോ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്നൊക്കെ പറയുന്നതിന് ഇത് ചേച്ചിയൊക്കെ ഒരു റോൾ മോഡലാട്ടോ. നല്ല കുക്ക. ആ രാജീവേട്ടൻ എന്താ അറിയോ, നല്ല കുക്ക. ചേച്ചി നല്ല അസൽ കുക്ക. അഥവാ ഒരു തട്ടിപ്പ് എന്നേലും ചെയ്താ, ഇപ്പൊ നമ്മൾ ഒരു കറി വെക്കുവാന്ന് വെച്ചോ, അതിന്റെ മണം കേട്ടേച്ച് പറയും ഇതിന് ഉപ്പില്ല, അതില്ല എന്നൊക്കെ പറയും. അത്ര സെൻസാന്ന് ചേട്ടൻ. അപ്പൊ എന്തായാലും നമ്മുടെ ബ്രസീലിനകത്ത് എന്നൊക്കെ ആ കമന്റ്സ് വരാൻ പോകുന്നതെന്ന് എനിക്ക് അറിയാൻ മേല. നല്ല മണമുണ്ട്, പേടിക്കണ്ട. ഫസ്റ്റ് കമന്റ് അങ്ങനെയാ. വീട്ടിലെങ്ങനെയാ ചേച്ചി? രാജീവേട്ടൻ പറയും അപ്പൊ പറയും പരിസരം നോക്കാതെ എന്റെ രാജീവേട്ട അങ്ങനെ ആയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് കള്ളം പറയാൻ അറിയത്തില്ല. എനിക്ക് വയ്യ. കല്യാണ സദ്യക്ക് പോയാലും പറയും. സദ്യക്ക് പോയിരുന്നും പറയുമോ? ഞാൻ പറഞ്ഞില്ല നല്ലതാണ് ചീത്തയാണ് പറയുന്നത്. സത്യം. ഞാൻ കേറ്ററിംഗ് നടത്തിയ സമയത്ത് എന്റെ സദ്യ ഉണ്ട സമയത്തൊക്കെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, മോളെ ഇത് കൊള്ളുകയല്ല, അത് നല്ലതാ, ഇത് നല്ലതാന്നൊക്കെ. അതുകൊണ്ട് രാജീവേട്ടൻ വരുന്ന ഒരു സദ്യ ആണെങ്കിൽ മാക്സിമം ഞാൻ കെയർ എടുക്കാൻ നോക്കുകയും ചെയ്യും. ഈ പറഞ്ഞോട്ട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ രാജീവേട്ടന് ശ്രീ ചേച്ചിയോടും വർത്താനം പറയുമ്പോൾ ഒരുപാട് പ്രൊഫഷണലെക്കാട്ടിലും വീട്ടുവിശേഷങ്ങളായിരിക്കും കൂടുതൽ സംസാരിക്കാൻ കാണുന്നത്. ശരിക്കും എന്റെ അടുക്കളയിൽ വന്നിട്ട് ഇങ്ങനെ നിർത്തിയാൽ പോരാ. നമുക്ക് അവിടെ ഇരുന്ന് വർത്താനം പറയാം. പോവാൻ ചേച്ചി. എന്തായാലും കുടുംബവിശേഷമൊക്കെ കേട്ടേച്ചാൽ ഞാൻ വിളമ്പത്തുള്ളൂ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഡയറക്ടർ രാജീവ് നാഥ് സർ എന്നാണ്. പക്ഷെ അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെയൊക്കെ ഫസ്റ്റ് ഐഡന്റിറ്റി വരുന്ന ഈ ഫ്രഞ്ച് താര. ഇന്നേ വരെ എൻ്റെ ഈ ഭാഗം എൻ്റെ ഭാര്യ കണ്ടിട്ടില്ല ഷേവ് ചെയ്തിട്ട്.
കാരണം എനിക്ക് അല്ല എന്ന് വെച്ചാല് ടൈം ഇമ്മോറിയൽ വെച്ചാൽ നമ്മുടെ എനിക്ക് പോലും ഓർമ്മയില്ല അന്ന് വളർത്തി തുടങ്ങിയ പിന്നെ ഷേവ് ചെയ്തിട്ടില്ല എന്തോ എന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ ബോഡിയുടെ പാർട്ട് ട്രേഡ് മാർക്കൊന്നും അല്ല അങ്ങനെ ഒരു ഞാൻ കേട്ടോ ഡ്രിം ചെയ്ത് ട്രിം ചെയ്തൊക്കെ ഇദ്ദേഹത്തിന്റെ ജോലിയാ ആന്നോ അപ്പൊ ആദ്യമൊക്കെ വെച്ച് കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ട്രിം ചെയ്യാനുള്ള ധൈര്യം വന്നില്ല ഇപ്പഴാ ധൈര്യം ചേച്ചി ആദ്യം പേടിയായിരുന്നോ എന്നുവെച്ചാ ഇപ്പൊ പേടിയൊക്കെ പോയോ ഇത്ര വർഷമായില്ലേ നമ്മള് അപ്പൊ ഞങ്ങൾക്കൊക്കെ ഒരു ഇതാണോ എന്താ പറയാ ഒരു ഉപദേശമാണോ ചേച്ചി ഇത് വർഷം ചോറും ഭർത്താവിനെ പേടിക്കണം സെയിം ആണെന്ന് പറയും കുറച്ചുകൂടെ കഴിയുമ്പോ അല്ലേ ഇപ്പോഴും പറയും കേട്ടോ ഇപ്പോഴും പറയും പേടിയൊക്കെ മാറി പിന്നെ ആണെങ്കിൽ രാജീവേട്ടനെ പറ്റി ബാബുവേട്ടനാണ് ഏറ്റവും എല്ലാവർക്കും രാജീവേട്ട എന്ന് വിളിക്കുന്നതിനെക്കാട്ടിലും എല്ലാരും ഇൻഡസ്ട്രിയിലെ മൊത്തം ആൾക്കാരും ആദ്യം വിളിക്കുന്ന ബാബുവേട്ടാന്നാ വിളിക്കാം ഭയങ്കര ക്ലോസ് ആയിട്ട് എല്ലാവരുടെയും ബാബുവേട്ടനാണ് ഏറ്റവും മൂത്ത ജ്യേഷ്ഠനാണ് എല്ലാവരുടെയും പിന്നെ ആണെങ്കിൽ ഒരു ഐഡന്റിഫിക്കേഷനും കൂടെ പറയുവാണെങ്കിൽ നമ്മള് രാജീവേട്ടന്റെ സിനിമ അഹം കണ്ടിട്ടില്ലേ അതിനകത്ത് ഉർവശി ചേച്ചി ലാൽ സാറിനെ വിളിക്കുന്നത് അല്ലേ ആ എന്താ വിളിക്കുന്നേ ഇട്ടാന്നല്ലേ വിളിക്ക അത് എവിടുന്നാ കിട്ടിയെന്ന് എന്റെ പ്രേക്ഷകർക്ക് അറിയോ ശ്രീ ചേച്ചി രാജീവേട്ടനെ വിളിക്കുന്ന എന്താന്ന് ചേച്ചിക്ക് എന്താ വിളിക്ക ചേച്ചി ഇട്ടാന്നാ വിളിക്ക അത് കേട്ടിട്ടാണ് ആ പടത്തിൽ അത് വന്നത് അല്ലേ അതിനകത്ത് ആ പടത്തിലോട്ട് അങ്ങ് കൊടുത്തതാണോ ആ ആക്ച്വലി അതിന്റെ വേണുനാവളിയായിരുന്നു സ്ക്രിപ്റ്റ് വേണു അറിയാം വേണു മിസ്റ്റർ വിട്ടിരുന്നല്ലേ അങ്ങനെ വേണു ഇട്ടാന്ന് പേരിട്ട് സുരേഷ് വിളിക്കുന്നത് ഇട്ടാന്ന് വിളിക്കുന്നത് അതിന്റെ പ്രൊഡ്യൂസ് ചെയ്ത കഥ കമലഹാസന്റെ കമലിന്റെ ബേസിക് സ്റ്റോറി അത് സ്ക്രിപ്റ്റ് ചെയ്ത് വേണുനാവള്ളി അങ്ങനെ ചെയ്തത് അത് മലയാളികൾക്ക് ഒരിക്കലും കമലഹാസൻ അഭിനയിക്കാൻ വേണ്ടി പറഞ്ഞ സ്റ്റോറി അത് അത് മോഹൻലാൽ കേട്ട മോഹൻലാൽ ചെയ്യണമെന്ന് നിർബന്ധമായി ഒത്തിരി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തില് ശരിക്കും രാജീവേട്ടന് ലാൽ സാർ എപ്പോഴും ഒരു കുഞ്ഞ് അനിയനെ പോലെ തന്നെ അല്ലേ അത് വീട്ടിലുള്ളതല്ലേ ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാ വെച്ചിട്ട് അല്ലാതെ ഇവർ കോളേജ് എൻ്റെ അനിയൻ്റെ ക്ലാസ്മേറ്റ് ഇവരെല്ലാം ഒരുമിച്ച് ബികോമിന് പഠിച്ചാണ് അന്ന് ആക്ച്വലി ഇവർ സിനിമ വരാനുള്ള ഒരു കാരണം തന്നെയാണ് ഒരു റിസർവ് കാര്യമാണ് എൻ്റെ ആ സൂര്യനോടെന്ന് പടത്തിന് ഷൂട്ടിംഗ് നടക്കുക മാന്നാറിൽ അപ്പോൾ അന്ന് അശോകനും ലാലെല്ലാം കൂടെ എനിക്ക് കുറച്ച് കാശ് കൊണ്ടുവരാൻ വേണ്ടി അമ്മ കൊടുത്തയച്ച അപ്പോൾ അന്ന് ഞങ്ങളവിടെ താമസിക്കും ഞങ്ങൾ ഒരു ചെറിയ വീടിനകത്ത് ആർട്ടിസ്റ്റിനും എല്ലാവരും താമസിക്കുന്നത് അപ്പം കുറച്ച് പായം തരണേ ഉള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ ഇവരെല്ലാം കൂടെ വന്നപ്പോൾ ഇവർക്ക് സത്യം 2 ദിവസം താമസിക്കാൻ വന്നവർ പിള്ളേരെല്ലാം കൂടെ പക്ഷേ താമസിക്കാൻ സ്ഥലമൊന്നുമില്ല അപ്പോൾ ഞാൻ നെടുമുടി വേണു പറഞ്ഞു വേണു പതുക്കെ ഇവർ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു പിള്ളേർ അങ്ങനെ വേണു അശോകനെ ലാലിനെ വിളിച്ചു പറഞ്ഞു നിങ്ങളെ മാത്രം പരീക്ഷ പൊക്കോ ചേട്ടൻ പ്രത്യേകം പൊക്കണം ലാസ്റ്റ് ബസ് കയറ്റി വിടുന്നു അത് ഇവർക്ക് ഇൻസൾട്ടായി പോയി കാരണം ഇവർ വലിയ 2 ദിവസം നിൽക്കാൻ വന്നതല്ലേ അന്ന് അവർ പിറ്റോന്ന് ചോദിച്ചാൽ നമുക്കൊരു സിനിമ എടുത്തുകളെ വാശിയുടെ പുറത്ത് അങ്ങനെയാണ് തിരുവനന്തപുരം സിനിമ എടുക്കുന്നതാണ് കഥ അപ്പൊ രാജീവേട്ടനെ ഭയങ്കര പേടിയായിരുന്നോ പിന്നെ അവരുടെ മൂത്ത ചേട്ടനല്ലേ മനസ്സിലല്ലേ അപ്പോൾ പ്രിയൻ എന്നെ കാണാൻ വരും പ്രിയൻ പഠിച്ചോണ്ടിരിക്കുക അന്ന് പ്രിയൻ നമ്മുടെ ശിഷ്യനായിട്ട് ഇങ്ങനെ രാവിലെ വീട്ടിൽ വരും പ്രിയനെ അച്ഛൻ കണ്ട വഴക്ക് പറയും പ്രിയ നീ എന്റെ പുറകെ സിനിമ കിടക്കരുത് പിന്നെ ഫസ്റ്റ് ഫിലിം രാജീവേട്ട ചെയ്ത് തണല്ലേ അതിന് സ്റ്റേറ്റ് അവാർഡ് എല്ലാം അത് എങ്ങനെ രാജീവേട്ടിലേക്ക് വന്നേ ബേസിക്കലി സംവിധാന ഉദ്ദേശമൊന്നും അല്ല എന്നാൽ ഞങ്ങളുടെ ഒരു വീട്ടിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു കലാകാരന്മാരെന്നുള്ളതല്ലേ ഞാൻ എൻ്റെ ഒരു 8mm ക്യാമറ ഉണ്ടായിരുന്നു 16mm ക്യാമറ അങ്ങനെ ഒരു ഹോബിയായിട്ട് ഇങ്ങനെ ഡോക്യുമെൻ്ററി ചെയ്യാനൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു പൂനെ ഫിലിം ഷോ അപ്ലൈ ആയിട്ട് കിട്ടിയില്ല ഇതൊക്കെ രഹസ്യമായിട്ട് വീട്ടിലായിട്ട് ബന്ധമൊന്നുമില്ല അങ്ങനെ ഞാൻ അത് പിന്നെ ഈ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പോകും ജോർജ് ബാബു ജോൺ ബ്രാക്കറ്റിൽ ഫ്രണ്ട്സ് ആയിരുന്നു ജോർജ് എൻ്റെ പഴയ സുഹൃത്താണ് കെ ജോർജ് അങ്ങനെ ഇവരുമായിട്ടൊക്കെ കൊണ്ട് മിങ്കിൾ ചെയ്ത് അന്നും സിനിമ ഡയറക്ടറാകാൻ ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു ആക്ച്വലി ഈ ആദ്യത്തെ സിനിമ ഞാൻ ഉദ്ദേശിച്ചത് ജോർജിനെ ഡയറക്റ്റ് ചെയ്യണമെന്നായിരുന്നു അപ്പോൾ അങ്ങനെ പക്ഷേ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞാൽ ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഇവരുടെ ഷൂട്ടിംഗ് സമയത്ത് കെ ജോർജ് ജോൺ എബ്രഹാം ഇവരെല്ലാം അവിടെ ഉണ്ട് അപ്പോൾ എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു ഓഫ്കോഴ്സ് എനിക്ക് അതിൻ്റെ ബേസിക്സ് ഒക്കെ അറിയാമെന്ന് വെച്ചു പക്ഷേ ഞാനൊരു പിന്നെ സ്വപ്നാനന്ദത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ് അങ്ങനെയൊക്കെയുള്ള അറിവുകൊണ്ടാണ് പടം ചെയ്തിട്ട് ഇവരുടെ എല്ലാവരും നല്ലൊരു എന്താ പറയുക സഹകരണം ഉള്ളതുകൊണ്ടാണ് ആ സിനിമ ഉണ്ടായത് ശരിക്കും അവാർഡ് കിട്ടുന്ന പ്രതീക്ഷയൊന്നുമല്ല
അത് കഴിഞ്ഞ് ഞാൻ എവിടെ മദ്രാസ് കണ്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം അടൂർഭാഷ ചേട്ടൻ ചന്ദ്രാജി എന്നാണ് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ പുള്ളി എന്നെ കണ്ടു പറഞ്ഞു, ഇവിടെ അവിടെ സ്റ്റേറ്റ് അവാർഡ് എത്തുന്നതാണ്, നിങ്ങൾക്ക് എന്തോ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കും അറിയത്തില്ല എന്ത്. പിന്നെ അമ്മയെ വിളിച്ചാൻ അപ്പൊ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് വലിയ പിടിയൊന്നും ഇല്ല. അമ്മ ആ മധു വൈപ്പിനെ വിളിച്ചത് എന്തോ പറഞ്ഞെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അറിയുന്ന ഇങ്ങനെ എനിക്കാണ് ഏറ്റവും നല്ല സംവിധാനം അവാർഡ് കിട്ടുന്നത്. അപ്പൊ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. അന്ന് മാസം എനിക്ക് അന്ന് വയസ്സ് 25 ആയിട്ടേ ഉള്ളൂ. നാച്ചുറലി ആ ഒരു പ്രായത്തിലുണ്ടായിരുന്ന ഒരു ഇതുണ്ടല്ലോ അല്ലേ പറയാം. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ യാദൃശ്യമാണ്. രാജീവേട്ട ശരിക്കും നാടകങ്ങളിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്തു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സയൻസ് സ്കൂളിലുള്ള അന്ന് പോലെ ഈ കലയോട് ബന്ധപ്പെട്ട് ഞാൻ അഭിനയിക്കുമായിരുന്നു, നാടകങ്ങൾ സ്കിറ്റ് എഴുതി ഉണ്ടാക്കുമായിരുന്നു. അഭിനയിക്കാനായിരുന്നോ ഇഷ്ടം? ഇല്ല, സ്കൂളിൽ പഠിച്ച സമയത്ത് അമേച്ചറിഷ് ആയിട്ടുള്ള ഇതേ ഉള്ളൂ, അല്ലാതെ ആക്ടറാണെന്ന് ഉദ്ദേശമൊന്നുമല്ല. അപ്പൊ ഈ നാടകത്തോടൊക്കെ ഇത്ര ഇഷ്ടമുള്ളതുകൊണ്ട് കാവാലം സാറുമായിട്ട് ആക്ച്വലി എനിക്ക് ഞാൻ എന്നും പറയുന്നത് സംഗീതവും ശരി ഈ ഇങ്ങനെയുള്ള കലാപരമായ കാര്യങ്ങളിൽ നമ്മളെ മോൾഡ് ചെയ്ത് കാവാലത്തിൻ്റെ കൂടെ ചേർന്ന പിന്നെ അപ്പൊ അതുകൊണ്ട് അരവിന്ദൻ കേട്ട് ശരിക്കും ലെജൻസിന്റെ കൂടെ കുറെ വർക്ക് ചെയ്തു. ഫസ്റ്റ് പടത്തിന്റെ സ്വിച്ച് ഓൺ ചെയ്ത് കാര്യമായിട്ടാണ് എക്സ്പീരിയൻസ് ഒന്ന് അല്ലാതെ അത് ഈ ജോർജ് ഞാനൊക്കെ സിനിമ അതുപോലെ കരിയറിൻ്റെ കൂടെ ഉണ്ട്, കരിയറിൻ്റെ വീട്ടിൽ പോകും. അപ്പോൾ അങ്ങനെ സിനിമ ചെയ്യുമ്പോഴത്തെ കാര്യമായിട്ട് വന്നു ഞാൻ പുള്ളി അദ്ദേഹമാണോ ഒന്ന് വിളക്കത്തിച്ച് പുള്ളി പറഞ്ഞു ചെയ്യാന്നുള്ളൂ, ബാക്കിയെല്ലാം ലിമിറ്റ് ഗോഡ് എന്നുള്ളൊരു വിട്ടേക്ക്. പിന്നെ വന്ന് അരവിന്ദനാണ് ആക്ച്വലി അഹം ചെയ്യുമ്പോഴത്തെ മോഹൻലാലിൻ്റെ ആ മറ്റേ സന്യാസിയുടെ ഫിഗർ വരച്ച പുള്ളി അത് എനിക്ക് വരച്ചു തന്നത്. പിന്നെ കടൽത്തി എന്നുള്ള സിനിമയുടെ അദ്ദേഹം സംഗീതത്തിൻ്റെ കൺസൾട്ടൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം ഈ അവാർഡുകളൊന്നും അല്ല, ഇത്രയും ആൾക്കാരുമായിട്ട് സത്യത്ര ഓൺവേർഡ്സ് മനസ്സിലല്ലേ ഒരുപാട് പ്രാവശ്യം സംസാരിക്കാനും. അപ്പം ഞാൻ അങ്ങനെ ഒരു ഈ കാലഘട്ടത്തിലുള്ള എല്ലാവരും ഇത്രയും ആൾക്കാർ. ചേച്ചി ഈ നല്ലതായിട്ട് വരയ്ക്കാനൊക്കെ ചേച്ചിക്ക് ആ കഴിവ് കിട്ടിയത് ചേച്ചിക്ക് ഇൻബോൺ ആയിട്ട് വന്നാണോ അതോ ഫാമിലിയിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ചേച്ചി വരയ്ക്കാൻ പോയിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഫാമിലി എൻ്റെ അച്ഛൻ വരയ്ക്കുമായിരുന്നു നന്നായിട്ട്. പിന്നെ എൻ്റെ അമ്മമ്മയുടെ ബ്രദറാ കാർട്ടൂൺ ശങ്കർ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിള്ളേരൊക്കെ പോയില്ലേ, പോയി കഴിഞ്ഞപ്പോഴേ ഭയങ്കരമായിട്ട് സമയം ഉണ്ട്, അപ്പോഴാ കിട്ടിയതാണ്. പിന്നെ എനിക്ക് പ്രഷർ വന്ന് കൂടിയപ്പോൾ പിന്നെ പണിക്കരേട്ടനും ചേച്ചിയും കൂടെ വന്നു. അപ്പോൾ എന്നാ പഠിക്കാൻ ഇഷ്ടമെന്ന് കുട്ടിക്കെന്ന് ചോദിച്ചു. ഞാൻ ചുമ്മാ പറഞ്ഞു വീണേന്ന്. 1 മണിക്കൂർ കൊണ്ട് വീണയും വരുത്തി, ടീച്ചറിനെയും വരുത്തി, അങ്ങനെ വീണ പഠിച്ചു. പിന്നെ വീട്ടിലെന്തെങ്കിലുമൊക്കെ റെനോവേഷൻ നടന്നപ്പം പടം എന്തെങ്കിലും വെക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ പടം വരയ്ക്കാൻ തുടങ്ങി. പിന്നെ വഴക്ക് പറഞ്ഞു. അല്ല, വീണ പകുതിയൊക്കെ നിർത്തിയിരിക്കുക. അല്ല, 3-4 കീർത്തനമായതേ ഉള്ളൂ. അപ്പൊ അത് നിർത്തിയിട്ട് ഞാൻ വരയ്ക്കാൻ തുടങ്ങി. അപ്പൊ നീ വരയ്ക്കത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞു എന്നടുത്ത്. അപ്പൊ അങ്ങനെ എനിക്ക് വാശിയായി. അപ്പൊ ഞാനങ്ങ് വരച്ചപ്പോ ഇട്ടാൻ പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന്. അങ്ങനെ എന്റെ പൂജമുറിലെ കൃഷ്ണൻ അവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ മ്യൂറൽ പെയിന്റിംഗിൽ ഇപ്പൊ ഭഗവാൻ മാത്രമല്ല പല ടൈപ്പ് ഓഫ് ഡിസൈൻസും വരുന്നുണ്ട്. പക്ഷെ ഞാൻ വരയ്ക്കുന്നില്ല. ചേച്ചി ഭഗവാനെ മാത്രമേ വരയ്ക്കൂ. കൃഷ്ണഭക്തിയാ? ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പെയിന്റിങ്സ് ലോകത്ത് പലയിടത്തും ഇരിപ്പുണ്ട്. എക്സിബിഷൻ, മലേഷ്യ എക്സിബിഷൻ ഉണ്ടായിരുന്നു. അവിടെ കുറെ പെയിന്റ് ഉണ്ട്. പിന്നെ പലരും ഓർഡർ വരച്ചു കൊടുക്കും. ടൈം എടുക്കത്തില്ലേ? ടൈം എടുക്കും. 5-6 മാസമൊക്കെ ഇടയ്ക്ക് എനിക്കൊരു പടം പതുക്കെ പറ്റത്തുള്ളൂ, അങ്ങനെ ഞാൻ വരയ്ക്കാറുള്ളൂ. ഓക്കെ, എനിക്ക് ശരിക്കും രാജീവേട്ടന്റെ മക്കൾ എന്താന്നൊക്കെ അറിയാം, പക്ഷെ എന്റെ പ്രേക്ഷകർക്കൊന്നും അറിയാമല്ല. ഒന്ന് ചേച്ചി പറഞ്ഞേ. 2 ആൺമക്കളാണ്, 2 ആളും മലേഷ്യയിലാണ്. മൂത്താൾ പഠിച്ചത് എഞ്ചിനീയറിംഗ്, MBA ചെയ്തൊക്കെ മലേഷ്യയിലാണ്. രണ്ടാമത്തെ ആള് പൈലറ്റ്. ക്രിക്കറ്റ് കളിക്കായിരുന്നു. സ്കൂളിൽ നിന്ന് വന്നിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, വീട്ടിന്റെ പറമ്പിൽ വന്നിടുന്ന് ക്രിക്കറ്റ് എനിക്കറിയാം, കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ രാജീവേട്ടൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഷാജിയൊക്കെ പിള്ളേരായിരുന്നു. അത് ഞാൻ പറഞ്ഞേ, രാജീവേട്ടൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒരു എന്താ പറയാ, നമുക്കൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു ചേട്ടനാണ്. ഫ്രീഡം തരും, എന്നെ തല്ലുകൊടുത്തരം നടന്നാലും കൂട്ടു നിൽക്കും, അപ്പനമ്മയൊന്നും അറിയിക്കാതെ ഒക്കെ അത്ര നല്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ചേട്ടനാ. അതുകൊണ്ടാണ് ആ വീട്ടിനകത്ത് ആളൊഴിഞ്ഞ ദിവസമല്ല കേട്ടോ, മിക്കപ്പോഴും ആൾക്കാരായിരിക്കും. അപ്പൊ ഇനി സിനിമ വിശേഷങ്ങൾ ചോദിക്കട്ടെ. രാജീവേട്ട, OV വിജയൻ സാറിന്റെ ഒരു പടം ഷോർട്ട് സ്റ്റോറി ബേസ് ചെയ്തിട്ട് ചെയ്തത് പണ്ടത്തെ 89 പടമാണ്. അത്
സന്തോഷ് ശിവനാഥിയായിട്ട് ക്യാമറ വർക്ക് ചെയ്യുന്നു. 8-9 അത് വിജയൻ്റെ കാർട്ടൂൺ. ക്ലൈമാക്സ് അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറിക്കകത്ത് ഇപ്പം ആക്ച്വലി അതിൻ്റെ ഒരു ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ഒരു അച്ഛൻ മകൻ റിലേഷനാണ് സ്റ്റോറി. മകൻ മകനെ തൂക്കിക്കൊണ്ടാൻ വേണ്ടി ജയിലിലിട്ടിരിക്കുന്നു. അപ്പോൾ അച്ഛൻ പോയി കാണാൻ പോകുന്നതാണ്. അപ്പോൾ വിജയൻ്റെ സ്റ്റോറിക്കകത്ത് അവസാനം ഈ മകനെ തൂക്കിക്കൊന്നിട്ട് അച്ഛൻ കൊണ്ട് കടൽ തീരത്ത് കൊണ്ട് അടക്കുന്നതാണ്. പക്ഷെ എൻ്റെ ഇതിനകത്ത് എൻ്റെ ചില ഈ ഇളം കൊണ്ട് മകനെ കൊണ്ട് പോകുമ്പോഴത്തെ അവസാനം ചില അച്ഛനും മരിച്ചിരിക്കും. അപ്പോൾ വിജയൻ ചോദിച്ചത് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ മകനെ നഷ്ടപ്പെട്ടിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇമോഷണൽ പൂട്ട് ആക്ച്വലി UK ഗവൺമെൻറ് ഷോർട്ട് സ്റ്റോറിയെ ബേസ് ചെയ്തിട്ട് ആ പടത്തിൻ്റെ സംഭവം യൂണീക്കായ സംഭവം വേറൊന്നുമല്ല. 29 മറ്റേ പ്രവാസി മലയാളികളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കും മലയാള സിനിമയ്ക്ക്. 29 അത് എന്താ സിനിമയുടെ ഒരൊറ്റയാള് അമേച്ചർ ഷോ എന്ന് പറയത്തില്ല, അത്ര മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളത് അവരെ ഓഡീഷൻ സെലക്ട് ചെയ്തിട്ട് അവരെ ഗ്രൂം ചെയ്തിട്ട് ചെയ്തെടുക്കായിരുന്നു. നല്ല ആർട്ടിസ്റ്റാണ്, അസൽ ആർട്ടിസ്റ്റാണ് അത്. ആണുങ്ങളും കംപ്ലീറ്റ് അവിടുന്ന് ഓഡീഷൻ അവർ ഇൻവൈറ്റ് ചെയ്തിട്ട് 150 പേരിൽ നിന്ന് സെലക്ട് ചെയ്ത്. അല്ല രാജീവേട്ട അത് വെളിയിൽ നിന്ന് തന്നെ ആക്ടേഴ്സ് വേണം എന്നുള്ള അങ്ങനെയൊന്നുമില്ല. അവിടുത്തെ കുറെ നാളായിട്ട് ഈ UAE മലയാളി സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടു സിനിമ വേണം, അവർക്ക് സിനിമ വേണമെന്ന്. അപ്പോൾ അവർ തന്നെയാണ് എല്ലാം സംഘടിപ്പിച്ചെടുത്ത്. അപ്പം ഞമ്മൾ സ്ക്രിപ്റ്റ് വരട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്റ്റോറി അവിടെ ചെയ്യാൻ പറ്റിയ സാധനമാണ്. ഇറ്റ് ക്യാൻ ബി ഡൺ എനിവെയർ ഇൻ ദി വേൾഡ്. അങ്ങനെ നമ്മൾ UAE തന്നെ മെയിൻ പോർഷൻ ഷൂട്ട് ചെയ്തു. അതിന്റെ കഥ എന്നാണെന്ന് പറയാമോ? അല്ലാതെ ഒറ്റ അതിൻ്റെ സംഭവിച്ചാൽ ഈ ഒരു അപ്പാർട്ട്മെന്റ്, ഇപ്പോൾ എല്ലാ അപ്പാർട്ട്മെന്റ്സും എല്ലാം ഈ ബയോമെട്രിക് ലോക്ക് സിസ്റ്റം ആണല്ലോ, ഈ ലോക്ക് ആൻഡ് കീ അല്ലല്ലോ. ഒരു ദിവസം രാത്രി 10 മണിക്ക് എല്ലാ ലോക്കും പൂട്ടിപ്പോവും, ജാമായിപ്പോൾ മൊത്തം എല്ലാ അപ്പാർട്ട്മെന്റും ഒരുപോലെ. 2 മണിക്കൂർ നേരത്തേക്ക് ഈ 2 മണിക്കൂർ നേരത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് മൊത്തം സിനിമ. ഹൂ ഡിഡ് ഇറ്റ്, വൈ, ആര് ചെയ്തു, കാരണം ഇവർക്ക് ആർക്കും പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ആർക്കും അകത്ത് കയറാൻ പറ്റത്തില്ല ഈ 2 മണിക്കൂർ നേരത്തേക്ക്. അപ്പൊ ഇച്ചിരി നേരം നമ്മളെയൊക്കെ കസേര പിടിച്ചിട്ടാണ് എൻ്റെ ഒരു ഉദ്ദേശം. എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക യൂഷ്വൽ ഒരു ത്രില്ലർ പോലല്ല, ഒരു ലൈഫ് ജീവിതമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് സ്നേഹമുണ്ട്, വഞ്ചനയുണ്ട്, ദുഃഖമുണ്ട്, എല്ലാം ഉണ്ട്. ഒരു സ്ത്രീ പ്രസവിക്കാൻ സമയമായി, പൂട്ടിപ്പോയി. മാർച്ച് 3rd വീക്കില് ചേട്ടാ ഈ അക്കാദമിയില് ചെയർമാൻ ആയിട്ടിരിക്കുമ്പോ ചേട്ടന് ഒരുപാട് വിഷൻ വെച്ചിട്ടാണോ അതിനകത്ത് ആ ചെയർമാൻ പോസ്റ്റിലേക്ക് കയറിയത്? അതെല്ലാം ഫുൾഫിൽ ആയിട്ടുണ്ട്? ഒരിക്കലും ഇല്ല. അതിനകത്ത് ഒരു 10% പോലും ഫുൾഫിൽ ആയില്ല, സത്യം പറയാമല്ലോ. കാരണം ഇത് അക്കാദമി ചെയർമാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവിടെ. ഈ ഫെസ്റ്റിവൽ നടത്തുകയല്ല, പിന്നെ ദൈവം രണ്ട് ഫെസ്റ്റിവൽ നല്ലതെന്ന് എല്ലാവരും പറയും ചെയ്തു. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് അക്കാഡമിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദ തിങ് ഈസ് ബേസിക്കലി ഫണ്ട്സ് ഇല്ല ഗവൺമെൻറ്റിൽ. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാനെടുത്ത് 2 കൊല്ലം കൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ ഒരു കോംപ്ലക്സ് പണിയാൻ നോക്കി, ഒരു തിയേറ്റർ കോംപ്ലക്സ്. കാരണം ഈ ഫെസ്റ്റിവൽ എല്ലാ തിയേറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഫെസ്റ്റിവൽ നടത്തുന്നത്. എല്ലാം അതിൻ്റെ ഫൈനൽ സംഭവം വരെ സർക്കാർ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒരു നോഡ് കിട്ടിയാന്നിരുന്നു. പക്ഷേ ഇറ്റ് വർക്കൗട്ട്. ഒരു കാര്യം മനസ്സിലാക്കി, ഈ നമ്മുടെ ബ്യൂറോക്രസിയിലോ അല്ലെങ്കിൽ ഹോറിറ്റീസ് ആരെ ബ്ലെയിം ചെയ്യുന്നേ പറയില്ല, നടക്കത്തില്ല. ഇത് നമുക്ക് എല്ലാ കൊല്ലവും പറയുന്നല്ലാതെ എല്ലാ കൊല്ലവും പ്രാക്ടിക്കൽ ബോധേഡ് അങ്ങനെ എന്തായാലും എല്ലാവരും പറയും എന്നല്ലാതെ ഒന്നും ഞാൻ അതിനോട് കുറേ നടന്ന കേട്ടോ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ ഫെസ്റ്റിവൽ നന്നായിട്ട് നടത്താൻ പറ്റും. കാരണം അതൊക്കെ ഇപ്പോൾ ബാക്കി ഡയറക്ടേഴ്സ് വെച്ചപ്പോൾ നമ്മുടെ ഒരു ജനകീയ എല്ലാവരുമായിട്ടുള്ളൊരു മിംഗ്ലിംഗ് കൊണ്ട് എല്ലാവരും സഹകരണം മേടിച്ചൊക്കെ ഉണ്ടായി. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ പ്രാക്ടിക്കലി ഒന്നും വേണ്ട. അക്കാഡമിക്ക് ഇതൊരു പ്രോപ്പർ സ്ഥലം ഇതിലായിട്ടില്ലല്ലോ. 2 ഏക്കർ സ്ഥലം പിടിച്ചിട്ടിരിക്കുക കൊല്ലങ്ങളായിട്ട്. ഇനി സെക്കൻഡ് ചാൻസ് അതോ ഒന്നുകൂടെ തന്നാൽ? ഞാനോ? എന്റെ ഒരു ചാൻസും വേണ്ട. എന്തിനാ വൈ വേസ്റ്റ് ടൈം, എനർജി, മണി. ഇതേപോലെ അവാർഡ് കമ്മിറ്റി ജൂറിയിലും ഇരുന്നിട്ടില്ലേ? ഉണ്ട്. ഞാൻ ഇരുന്ന ജൂറി ഇരുന്നിട്ടുണ്ട്. ഞാൻ ഇരുന്ന നാഷണൽ ജൂറി വെച്ച ആ സമയത്ത് നമ്മുടെ മുരളിക്ക് അവാർഡ് കിട്ടുന്നത്. അല്ല അതൊക്കെ ഉണ്ട്. ഈ ജൂറി ഇരിക്കുന്ന പോലല്ലോ ഈ ഒരു ചെയർമാൻ പറയുമ്പോഴത്തേക്ക്. അപ്പൊ ജൂറി ഈസ് മോർ സേഫ് ദാൻ ചെയർമാൻ? സേഫ് അല്ല. സി ആസ് ലോങ് ആസ് യു ആർ ഹോണസ്റ്റ് ആൻഡ് യു ആർ ട്രാൻസ്പെറന്റ്, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് വേറെ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ഒന്നിനോടും ഇല്ല. അത് ചെയർമാൻ സമയത്ത് ഞാൻ നോ റെക്കമെൻഡേഷൻ, നത്തിങ്, എല്ലാം കറക്റ്റായിട്ട്
ഉള്ള കാര്യം പറയും. പക്ഷെ ഇതിനകത്തും പറയാറുണ്ടോ അത് അങ്ങനെയാ, ഇത് റെക്കമെൻഡേഷൻ വൈസ് ആ കിട്ടിയേക്കുന്നത്? ഒന്നുമില്ല. ജനനി എന്നുള്ള സിനിമ തീർക്കാൻ പെട്ടപാട് എനിക്ക് ദൈവം തമ്മിൽ അറിയാം, മനസ്സിലായില്ലേ? അതിന്റെ കഷ്ടിച്ച് പ്രിന്റ് അയച്ചു കൊടുത്തു ഡൽഹിയിൽ. എന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ദിവസം ഞാൻ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത്. രാവിലെ നമ്മൾ സേനെ ആസ് യൂഷ്വൽ വിളിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്നെ ഒരു 6 മണിക്ക് ഒത്തിട്ട് പറഞ്ഞു ബാലേന്ദ്രൻ്റെ വൈഫ് വിളിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറയാൻ ഞങ്ങൾക്ക് സുഖമില്ല, എനിക്ക് എന്തോ മനസ്സിലായില്ല. അത് ഞാൻ പിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞു. അല്ല അത്യാവശ്യം വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മേൻ്റെ വൈഫിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അല്ല ചേട്ടനെ അത്യാവശ്യം ഡൽഹി വിളിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ മേൻ്റെ സുഖമായിട്ട് ചോദിച്ചു. അപ്പോൾ ഒന്നും കത്തുന്നില്ല. അതുകൊണ്ട് ഇവർ ചിരിച്ചു. വെറുതെ പറഞ്ഞു എനിക്കറിയില്ല വിളിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഡൽഹി നമ്പർ വിളിച്ചു. അൺയൂഷ്വൽ നമ്പർ, ഹോട്ടൽ അശോകയാന്ന് പറഞ്ഞു. അവിടെ മേടിനാ ഫോൺ എടുത്ത്. എന്താ മേടിനെ ചോദിച്ചു. ഇവിടെ താനാണോ ഇന്ത്യയിലെ ഏറ്റവും സംവിധായകനാവാന്ന് പറഞ്ഞു. ഞാൻ ഐ വാസ് ഷോക്ക്ഡ്. അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. പ്രിന്റ് അയച്ച പോലും മറന്നുപോയി. മേനെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ശ്രീയുടെ കൂടെ പറഞ്ഞു ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ മേനെ ഒറ്റ ചോദിച്ചു. ഞാൻ മേനെ ഇത് എനിക്ക് അമ്മയോട് പറയാമെന്ന് ചോദിച്ചു. ധൈര്യമായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അനൗൺസ് ചെയ്തോ? അനൗൺസ് ചെയ്യുന്ന പയ്യൻ. ഞാൻ പറഞ്ഞു അനൗൺസ് ചെയ്തിട്ടേ വെളി പറയുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ സിയുടെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. സിയുടെ മേനെ സംസാരിച്ചു. ഫോൺ വെച്ച് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് VK മാധവൻ കൊണ്ട് വിളിക്കുന്നു ഡൽഹിയിൽ നിന്ന്, സെയിം ന്യൂസുമായിട്ട്. അപ്പോഴും ഞാൻ കൺവിൻസ് ആയത് കാരണം വേറെ ഒന്നുമല്ല, ഇത് 6 മാസം മുമ്പ് ഈ സിനിമയ്ക്ക് കേരളത്തിലെ എല്ലാ അവാർഡെന്ന് പറഞ്ഞിട്ട് മനോരമയ്ക്കകത്ത് അടിച്ചു വന്നതാണ്. 6 അവാർഡെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അനൗൺസ് ഇപ്പോൾ ഒന്നും ഇല്ലായിരുന്നു. അതോട് അനൗൺസ് ചെയ്തതിന് ശേഷം പറഞ്ഞാൽ മതി എന്ന് തീരുമാനിച്ചു. അല്ലേ പറയാം. അപ്പം ഇതൊക്കെ നമ്മുടെ ജോലി ചെയ്യാന്നുള്ളതല്ലാതെ അവാർഡ് കിട്ടുക, സിനിമ 100 ദിവസം ഓടും, ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. ചേട്ടാ ശരിക്കും ഡയറക്ഷൻ, അപ്പാർട്ട് ഫ്രം ഡയറക്ഷൻ 2-3 പടം ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇവരെ പക്ക ബിസിനസ് മാൻ. പക്ഷെ അത്രയും ആസ് എ ബിസിനസ് പേഴ്സൺ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മാർക്കറ്റിംഗ് ആണ്. പക്ഷെ അതിന് ചേട്ടൻ എനിക്ക് സിനിമയിൽ ഒരു മാർക്കറ്റിംഗിന്റെ ആളല്ല. ആണോ? വൈ? അല്ല, ബിക്കോസ് ഞാൻ സിനിമ അങ്ങനെ ഒരു വേറൊരു കച്ചവടമായിട്ട് കണ്ടിട്ടില്ല. ഉണ്ട്, സത്യം പറയാമല്ലോ. ബട്ട് സ്റ്റിൽ സിനിമ ഒരു കച്ചവടമായിട്ട്. പിന്നെ ചോദിച്ചാല് ഞാനിപ്പോ ഒരു ഹിറ്റ് മേക്കറിന്റെ വേഷമുള്ള ആളൊന്നും അല്ലല്ലോ. അല്ല, അങ്ങനെ ഹിറ്റ് മേക്കർ ആകാൻ താല്പര്യമില്ല. നമ്മൾ എടുക്കുന്ന ഒരു ബേസിക് പ്രൊഡക്ഷൻ ഇത്ര കോസ്റ്റ് ഉണ്ട്, ദൈവം എനിക്ക് അത് തിരിച്ചു കിട്ടിയാൽ വെരി ഹാപ്പി. തിരിച്ചാൽ മതി. As long as you are happy, then why do you want? That's right. അവരിലേത് ഈ പറഞ്ഞ കൂട്ട് എന്നതിനാ വെറുതെ ടെൻഷൻ എടുക്കുന്നത് അല്ലേ? അത് ആവശ്യമില്ല. ബിപിയും കൂട്ടി വെച്ച് ഇത് ഉള്ളത് നമുക്ക് കിട്ടുവാണെങ്കിൽ പിന്നെ ടെൻഷനില്ല. അതാ. ശ്രീ ചേച്ചി എങ്ങനെ കണ്ടുപിടിച്ചേ? ഞാൻ കണ്ടുപിടിച്ചത് അപ്പനമ്മ കണ്ടുപിടിച്ചത്. അപ്പനും കണ്ടുപിടിച്ചു. മാത്രം ഞാൻ ശ്രീയെ ആദ്യമായിട്ട് കാണുന്ന കല്യാണ നിശ്ചയത്തിന്റെ അന്നാ. ഫോട്ടോ പോലും കണ്ടില്ലേ? അന്ന് ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. എല്ലാരെയും പെണ്ണ് കാണാൻ വന്നത്. ചെറുക്കം കണ്ടില്ല. കാണിച്ചു എല്ലാരും. അമ്മ പറയുന്നതാണ് എപ്പോഴും ഇട്ടാൻ അമ്മയാണ് ദൈവമായിട്ട്. കുഞ്ഞിലെ ഉണ്ടായതാ, 14 വയസ്സിലായ മോനാണ്. അന്ന് കാലത്ത് മക്കളെല്ലാരും അത്. അമ്മ എങ്ങനെയായിരിക്കും? ഭയങ്കര പെറ്റിങ്ങും ഒക്കെ ആയിരിക്കും. ചേച്ചിയുടെ വീട് കായംകുളം, ചേട്ടന്റെ ചങ്ങനാശ്ശേരി. കായംകുളം കറ്റാനം. ഓക്കെ ചേച്ചി, അപ്പം ഇതേപോലെ ഒരു സിനിമാക്കാരന്റെ ലൈഫിലേക്കാ വരുന്നതെന്നൊക്കെ ചേച്ചിക്ക് അറിയത്തില്ല? നാട്ടുമ്പുറമായിരുന്നു. അറിയുള്ളൂ. എന്തിനാ ഒരു എക്സാമ്പിൾ നമുക്ക് വേണം. അതായത് ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ വീട്ടില് ഞാനെന്നാ അവിടെ, അപ്പം ഞാൻ ലാലും കൂടെ പോകുന്ന വഴിക്ക് അവിടെ കയറി വേറെ വീട്ടിൽ. ലാലും നമുക്ക് അവിടെ ഊണ് കഴിച്ച് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ചെന്ന് ഊണ് കഴിച്ചുകൊണ്ടിരിക്കും. സ്ത്രീയുടെ അച്ഛനും അമ്മയുണ്ട്, സ്ത്രീയുടെ സിസ്റ്ററും ഉണ്ട്. അപ്പം ഈ സ്ത്രീയുടെ അച്ഛൻ ലാലിനെ വിളിച്ചു, കുഞ്ഞെന്നെ എടുക്കാൻ ചോദിച്ചു. സൂപ്പർ സ്റ്റാർ മോഹൻലാലിനോട്. ലാലു പറഞ്ഞു ഞാനും ബാബുച്ചേട്ടനോട് ഇങ്ങനെ അങ്ങനെ ഒരു നാട്ടുമ്പുറത്താണ്. അറിയാമല്ലോ ആലോചിക്കല്ലേ, അച്ഛൻ കുഞ്ഞെന്താ എടുക്കുവാ? അയ്യോ 5 മിനിറ്റ് സ്റ്റക്കായി കാണും. അല്ല, മേനോട് ബാലചന്ദ്രനോട് ആവശ്യമുണ്ട്. മേനത് ആർക്കും ഒരു പിടിയില്ല. നിറച്ച് ജോലിക്കാരൊക്കെ അറിയത്തില്ല. പക്ഷെ അങ്ങനെ ഒരു ശ്രീയുടെ എന്റെ ശ്രീ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. പിന്നെ അച്ഛൻ അത് മനസ്സിലായെന്ന് അറിയത്തില്ല. അങ്ങനത്തെ ഒരു ലോകത്തെ കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പൊ ചേച്ചി നാട്ടുമ്പുറത്തേന്ന് സിറ്റിയിലോട്ട് വന്നപ്പോഴത്തേന് ചേച്ചിക്ക് ആ ഡിഫറൻസ് ഒക്കെ തോന്നിയില്ലേ? ഇല്ല, പ്രയാസം ഒന്നും തോന്നിയില്ല. ഉണ്ടായിരുന്നു അല്ലേ? അന്നേരം ചേട്ടനാന്നോ എല്ലാം?
അല്ല, അമ്മ ഉണ്ടായിരുന്നു, അമ്മ അമ്മയോട് ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നില്ല. ഇട്ടാന്റെ ആനിയന്മാരെല്ലാരും ഉണ്ടായിരുന്നു, പിന്നെ ഇട്ടാന്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു, അപ്പൊ സിസ്റ്റർ അവരുടെ മക്കള്. അങ്ങനെ ഞാൻ ഇട്ടാന്ന് വിളിക്കും, അശോക് ഇട്ട വിളിക്കുന്ന കേട്ട്. ഏട്ടൻ എന്നല്ല, ചേട്ടൻ എന്നല്ല, ഒന്നുമല്ല, അല്ലാതെ മാത്രം ഈ കുടുംബത്തില് പാരമ്പര്യമായിട്ട് ഈ കൊച്ചാട്ടൻ എന്നൊക്കെ സാധനം ലോപിച്ചിട്ട് ഈട്ടാട്ടൻ വരും. ഈ ചേട്ടനുള്ള ഈട്ടാട്ടനായി. ഞാൻ ചെങ്ങന്നൂരൊക്കെ അച്ഛന്റെ വീട്ടിലൊക്കെ അവര് ടാട്ടനാണ് വിളിക്കുന്നത്, ചേട്ടന്മാരൊക്കെ. ഇത് അശോക് ഇട്ടാന്റെ അപ്പൊ എന്റെ പ്രദേശം കേട്ട് ഞാനും അശോകനൊക്കെ വിളിക്കുന്നത് എല്ലാവരും വിളിക്കുന്നത്, അശോകന്റെ എല്ലാവരും അത്. ഓ അത് ശരി, ഞാൻ വിചാരിച്ചു ശ്രീ ചേച്ചി മാത്രം. ഇനി വേറെ സംഭവിച്ച എന്റെ അടുത്ത തലമുറ നമ്മുടെ റിവ്യൂസ് എല്ലാം വിളിക്കുന്നത് ഇട്ടാൻ അമ്മാവനാ, ഇട്ടാട്ടൻ അമ്മാവൻ. ഇപ്പൊ രാജീവേട്ടാന്നും വേണ്ട, ബാബുവേട്ടാന്നും വേണ്ട, ഒന്നും വേണ്ട, ഇനിയിപ്പോ ഷാജി കിട്ടാന്ന് വിളിക്കുന്നത്. അത് പക്ഷെ അത് വിളിക്കാൻ തന്നെ ഒരു സന്തോഷം കേട്ടോ. ഒരു നമുക്കൊരു നമ്മുടെ മൂത്ത ജ്യേഷ്ഠന്റെ ഒരു അറ്റാച്ച്മെന്റ് തീർച്ചയായിട്ടും വരും. കുറെ നേരമായി വർത്താനം പറയുന്നു, മണം അടിച്ചിട്ട് അതിന്റെ സ്വാദ് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഇനി എനിക്കറിയാൻ മേല, ഞാൻ ഒന്ന് വിളമ്പി നോക്കട്ടെ. ഞാനൊന്ന് വേറെ മലേഷ്യ ഒരു ഡിഷ് കഴിച്ചു, അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയായിരുന്നു. മലേഷ്യ അറിയാമല്ലോ, ഫിഷിന്റെ ഏറ്റവും ബെസ്റ്റ് ഡിഷ് കിട്ടുന്ന കഴിച്ചിട്ടില്ല അവിടുന്ന്. അപ്പം ഞാൻ അവിടെ പോയി എൻ്റെ പ്രത്യേകിച്ച് ചില ഫിഷ് ഡെലിക്കസി ഉള്ള ചില റെസ്റ്റോറൻറ്റ്. അപ്പൊ അതിനകത്തുള്ള ചില ഇൻഗ്രീഡിയൻസ് റിസംബിൾ ചെയ്യുന്നുണ്ട്. അതാ പറഞ്ഞ ബ്യൂട്ടിഫുൾ, നല്ല ഡിഷ്. അപ്പൊ മീനാകുമ്പോ ഞാൻ മീനിനെ പറ്റി ആരോടും വഴക്കുണ്ടാകും, കാരണം മീൻ എങ്ങനെ കഴിക്കാം. ഞാൻ പറഞ്ഞില്ലേ, രാജീവൻ ഏറ്റവും കൂടുതൽ മീറ്റിനെക്കാട്ടിലും ഇഷ്ടം ഫിഷ് കഴിക്കാറില്ല, മീൻ. ഞാൻ അപ്പൊ ശരിക്കും പറഞ്ഞ ഇന്ന് രാജീവൻ ഒത്തിരി സ്ഥലങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മീനിനെ പറ്റി പറഞ്ഞു. ഞാൻ ഈ US-ലൊക്കെ കുറച്ച് ലോങ് ഇതായിട്ട് പോവാണെങ്കിൽ ഇതേക്കൊണ്ട് ഞാൻ മീനിന്റെ അരപ്പ് മിക്സ് ചെയ്യും, അരപ്പ് ഉണ്ടാക്കിയിട്ട് മീൻ പെരട്ടിയാൽ മാത്രം മതി. അവിടെ നേരെ അവിടെ ഷെഫിനെ എടുത്തിട്ട് ഞാൻ കൊടുത്തിട്ട് പറയും, ഇത് പെരട്ടിക്കുന്നത് നിങ്ങൾ കുറച്ച് മീൻ മേടിച്ച് അതിനകത്തിട്ടിട്ട് ബോയിൽ ചെയ്യാൻ പറയും. അത് മാത്രം മതി മോളെ, ഞാനത് പറഞ്ഞുതരാം. ആ പരിപാടി കൊള്ളാലോ. ശ്രീ ചേച്ചിയെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നെ, ഞാനും എന്റെ പ്രേക്ഷകരും കൂടെ ഒന്ന് കേക്കട്ടെ. അയ്യോ അത് വേണ്ട, അത് വേണം, പാവം എന്റെ പ്രേക്ഷകർ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കണ്ടേ. പറഞ്ഞു കൊടുക്കണം. ചേച്ചി വേഗം പറഞ്ഞു തരൂ, അളവ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നെ. അത് നമ്മുടെ മീനിന്റെ ചരടമുളകില്ലേ, ഈ ചരട് മുളക് എന്ന് പറയുന്നത് വറ്റൽ മുളകോ? വറ്റൽ മുളക്, നമ്മുടെ നാട്ടിൽ ചരടമുളക്, വറ്റൽ മുളക്, വറ്റൽ ആ മുളക്, പിരിയൻ മുളക്. ആ പിരിയൻ മുളകിന്റെ പൊടി 3 സ്പൂൺ ആണെങ്കിൽ അതിന് 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ വേറെ ഒരു എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് എല്ലാം ഇട്ടിങ്ങനെ ഒന്ന് അല്ല താളിക്കല്ല നമ്മള് പച്ചമണം മാറ്റണം അരിഞ്ഞിട്ട്. എന്നിട്ട് ഈ പൊടിയും കൂടെ അതിനകത്തിലിടണം. എന്നിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് പിന്നെ തോട്ടുപുളിയില്ലേ, കൊടംപുളി, അതും കൂടി ഇട്ട് ഉപ്പും ഇട്ട് മഞ്ഞപ്പൊടി എല്ലാം ഇട്ട് ഒന്ന് സിമ്മിൽ, ഉലുവപ്പൊടി, കടുകിടത്തില്ല, ഉലുവപ്പൊടി, ഇതെല്ലാം കൂടി വഴറ്റി, എണ്ണ കുറച്ച് മതിയല്ലോ, വഴറ്റി ആറി ടിന്നിനകത്തിലിട്ടും കൊടുത്താൽ മതി. പിന്നെ കഷ്ണം മാത്രം ഇട്ടാൽ മതി, മീനിന്റെ കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് മീൻ തിളപ്പിച്ചാൽ മതി. മറന്നു പോകണ്ട. ശരിക്കും പറഞ്ഞാൽ വെളിരാജ്യത്തൊക്കെ മിക്ക ആൾക്കാരും തനത്താനെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതേപോലത്തെ കൂട്ടുണ്ടാക്കി വെക്കാമെങ്കിലോ, അതുപോലെ ചിക്കന്റെ ബീഫിന്റെ എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തയക്കാം. ചേച്ചിയുടെ കുറെ ടിപ്സ് ഉണ്ട് കേട്ടോ, ഞാൻ അത് മേടിച്ചിട്ട് നമ്മുടെ ആനീസ് കിച്ചണിലൂടെ ഞാൻ പറഞ്ഞുതരാം. കുറെ വീട്ടമ്മമാർക്ക് അതൊരു സഹായമാവട്ടെ. ചേച്ചി വന്നിട്ട് എന്ത് നല്ലൊരു ടിപ്പാ നമുക്ക് തന്നെ. അതായത് പ്രത്യേകിച്ച് ചേച്ചി എന്ന് പറയുന്ന നമ്മളെ പോലെ ജോലി ചെയ്യുന്ന ഒത്തിരി ആൾക്കാർക്ക് എന്നാ സഹായമുള്ള ഒരു കാര്യമാണ്. എനിക്ക് എളുപ്പമാണ് കുക്കിങ്. നല്ല കൈവാക്ക, പെട്ടെന്നെല്ലാം എളുപ്പം. എനിക്ക് എൻജോയ് ചെയ്യാ കുക്ക് ചെയ്യുന്നത്. അന്ന് ഞാൻ വന്നപ്പോ അവിയലുണ്ടാക്കിയില്ലേ. ഓക്കെ, എപ്പോഴെങ്കിലും ഇട്ടൻ ഇങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? അപ്പൊ ആർക്കും കഴിക്കാൻ പറ്റത്തില്ല, അത്ര മോശമായിരിക്കും. ചേച്ചി അടുക്കള കേട്ടിട്ടേ ചായ ഉണ്ടാക്കും, ചായ ഉണ്ടാക്കി കൊടുക്കുക. എന്ത് ദിവസം രാവിലെ ചായ ഞാൻ നടക്കാൻ പോയിട്ട് ചായ ഉണ്ടാക്കും, ഒരു ഗ്ലാസ് സ്ത്രീ കൊടുക്കും. മോളെ അത് ഇപ്പോഴാ കേട്ടോ. അതെന്നാ ഇപ്പൊ ഇതുവരെ ഇല്ലായിരുന്നു, ഞങ്ങൾ വിചാരിച്ച ആദ്യമേ അങ്ങനെ.
ഒരു മാസമായിട്ട് കുറച്ച് ദിവസം കാലൊടിഞ്ഞ് കിടന്നപ്പോഴ് ഓ അങ്ങനെ അപ്പൊ ചെയ്യണ്ടേ, അതുകൊണ്ട് ചെയ്ത് കൊടുത്തതാന്നേ. ഇപ്പൊ ഒരു താരിപ്പാക്കി മാറ്റിയത്. ഓ ഇപ്പൊ മാറ്റി, എണീച്ചപ്പോ അതൊക്കെ മാറ്റി. അല്ല കിട്ടണോ? വെരി ഗുഡ് ചേച്ചി, വെരി ഗുഡ്. ആ ചായയുടെ സ്വാദ് ചേച്ചി ഇട്ടാ വരികയല്ല. അപ്പൊ ഇന്നലെ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇട്ടാ ഞാൻ മരുന്നില്ലെന്ന് പറഞ്ഞു. നീ ചായ ഇല്ല മിണ്ടത്തില്ല. വെരി ഗുഡ്. അതിന് സ്പെഷ്യൽ താങ്ക്സ് രാജീവേട്ടനോട്. നോക്കൂ, നമ്മള് കൊച്ചുകുട്ടികളൊക്കെ പിണങ്ങുന്ന പോലെ ആ ചേച്ചിയോട് പറഞ്ഞേ, നീ നാളെ ഷോയിൽ വന്നില്ലെങ്കിൽ ഇനി ഈ ചായ ഇട്ട് തരത്തില്ല, മിണ്ടത്തുമില്ല. അതൊന്നും ആലോചിച്ചേക്കെ. അതിന് സ്പെഷ്യൽ താങ്ക്സ് രാജീവേട്ടൻ. താങ്ക് യു വെരി മച്ച്. എന്തായാലും എനിക്ക് വളരെ സന്തോഷായി എന്റെ ചേട്ടനും ചേട്ടത്തിയമ്മയും എന്റെ ഷോയിൽ വന്നത്. ഇതെന്നാ എനിക്ക് തന്ന ഗിഫ്റ്റാണ്. ഞാൻ മോക്കുവൻ കമ്മലുകൾ ഉണ്ടാക്കുന്നതാ. ഇത് ചേച്ചി ഉണ്ടാക്കുന്നതാ? ഞാൻ പറഞ്ഞല്ലോ, ദാ കണ്ടല്ലോ, കണ്ട ചേച്ചി ഉണ്ടാക്കുന്നതാ. എന്റെ ഡ്രസ്സിന് ചേരും ഇല്ലേ? ഏതിടട്ടെ? റെഡ് ഇടണോ? റെഡ് ഇടട്ടെ. ഒന്ന് നോക്കട്ടെ. എന്റെ മോക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാ മോളെ. മോളെ സ്വർണ്ണം ഇടത്തില്ല, അപ്പൊ ഓരോ ഡ്രസ്സിന്റെ മാച്ചിങ്. അപ്പൊ എനിക്കും ഉണ്ടാക്കി തരണേ. മോക്ക് മാത്രം വേണ്ട, ഇച്ചിരി കുശുമ്പാന്ന് കൂട്ടിക്കോ. ഓക്കെ.